നമ്മുടെ നാട്ടിലെ സകല ജമാഅത്തെ ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ബാക്കി തീവ്രവാദികളും എല്ലാം വലിയ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അവർക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാൻ വകയുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു. അതിനേക്കാൾ ഉപരിയായി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. രാഹുൽ ജയിച്ചു എന്നുള്ളതല്ല, അവിടെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പരാജയപ്പെട്ടു. കൃഷ്ണകുമാർ ജയിച്ചേക്കും, പാലക്കാട്ട് തൃശ്ശൂർ ആവർത്തിക്കും എന്നൊരു സംശയം അല്ലെങ്കിൽ ഒരു ഭയം ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് SDPI ആദ്യം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. പ്രിയങ്ക ഗാന്ധിക്കും അവരാദ്യം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി UDFൻ്റെ 3 സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുത്തു. അവർക്കും ഉണ്ടായിരുന്നു ആശങ്ക, അവർക്കും ഉണ്ടായിരുന്നു ഉത്കണ്ഠ. ഇവിടെ UDF സ്ഥാനാർത്ഥി അങ്ങ് തോറ്റാൽ ജനാധിപത്യ മൂല്യങ്ങൾ, മതേതരത്വം, സോഷ്യലിസം ഇതൊക്കെ അപകടത്തിലായി പോയേക്കും എന്ന് വെൽഫെയർ പാർട്ടിയുടെ ഉടമസ്ഥന്മാരായ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് തോന്നി. അതുകൊണ്ട് അവരും പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആരും പ്രത്യേകം പറയേണ്ടതില്ലോ, അവർ ഐക്യമുന്നണിയിലെ ഘടകകക്ഷിയാണ്. സാധാരണ പോലെ തന്നെ ലീഗിൻ്റെ പ്രവർത്തകർ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നല്ല ലീഡ് കിട്ടി. സമീപത്തുള്ള പഞ്ചായത്തുകളിൽ ഗംഭീരമായ ലീഡ് കിട്ടി. അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആദ്യം വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് കോൺഗ്രസ്സുകാരേക്കാൾ മുമ്പ്, ലീഗുകാരേക്കാൾ മുമ്പ് വിജയിച്ച് രാഹുൽ വിജയിച്ച്, നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ച് എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPIയുടെ ധർമ്മഭടന്മാരാണ്. SDPI പാലക്കാട് തമ്മിൽ സവിശേഷമായൊരു ബന്ധമുണ്ട്. SDPIക്കാർ പ്രതികളായിട്ടുള്ള കൊലപാതക കേസുകൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് പാലക്കാട്. അതിൽ ചിലരൊക്കെ ഇപ്പോൾ NIA പിടിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് പേര് വിയ്യൂർ ജയിലിലും ബാക്കിയുള്ളവർ തീഹാർ ജയിലിലുമാണ്. അങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിന് വലിയ ട്രാക്ക് റെക്കോർഡുള്ള സ്ഥലമാണ് പാലക്കാട്. അവിടെ BJP സ്ഥാനാർത്ഥി അങ്ങ് ജയിച്ചിരുന്നെങ്കിൽ ഇവർക്ക് വലിയ അടിയായിപ്പോയത്. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം ജയിച്ചപ്പോൾ സന്തോഷിച്ചു. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥിയും ഇവരും കൂടി നിൽക്കുന്ന ചില പടങ്ങളുമൊക്കെ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. SDPIയുടെ പിന്തുണ ഇല്ലെങ്കിൽ രാഹുൽ ജയിക്കുമായിരുന്നു, അത് വേറെ കാര്യം. എന്നാലും അങ്ങനെയല്ലല്ലോ. ഈ ഉത്തരം താങ്ങുന്ന പല്ലിയുടെ ഉയരം, പല്ലി അതിൻ്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഉത്തരം ഇങ്ങനെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് എന്നാണ്. ഇതാണ് പാലക്കാട്ടെ അവസ്ഥ. വെൽഫെയർ പാർട്ടിയും സ്വാഭാവികമായിട്ട് സന്തോഷിച്ചു. പക്ഷേ സത്യത്തിൽ ഇവരുടെ സന്തോഷത്തിൻ്റെ കാരണം പാലക്കാട് ജയിച്ചല്ല, ചേലക്കരയിൽ ഇവർ പിന്തുണച്ച രമ്യ ഹരിദാസ് തോറ്റുപോയതാണ്. കാര്യം, വെൽഫെയർ പാർട്ടി പരസ്യമായിട്ട് UDFൻ്റെ 3 സ്ഥാനാർത്ഥികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിൽ രമ്യ ഹരിദാസും ഉൾപ്പെട്ടു. വെൽഫെയർ പാർട്ടി പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥയിലുള്ള നമ്മുടെ മൗദൂദി ചാനലുണ്ടല്ലോ, മീഡിയ വണ്ണിൽ അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അജിംസും നിഷാദ് റാവുത്തരും സാക്ഷാൽ ദാവൂദ് തന്നെയും ഈ രമ്യ ഹരിദാസ് ഒരു കൊള്ളരാത്ത സ്ഥാനാർത്ഥിയാണ്, അവരെപ്പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി തെറ്റായിപ്പോയിരുന്നു, ഇവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പല ദിവസങ്ങളിൽ അടുപ്പൂട്ടി ചർച്ചയിൽ പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചു. ഇവരെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും രഹസ്യമായിട്ട് വേല വയ്ക്കുകയും ചെയ്യുന്ന പാർട്ടീസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ സാധാരണ രീതിയാണ്. ഇവർ ജനാധിപത്യം വളരെ മോശപ്പെട്ട ഒരു ഭരണക്രമമാണ് എന്ന് അവരുടെ കിതാബിൽ എഴുതി വയ്ക്കും. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ മൊത്തം ജനാധിപത്യ അവകാശത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യും. ഇവർക്ക് ഇന്ത്യയിൽ ന്യൂനപക്ഷാവകാശത്തിന് വേണ്ടിയിട്ട് കോര പ്രസംഗിക്കും. എന്നാൽ ഇവർ തന്നെ പാകിസ്ഥാനിലും കാശ്മീരിലും ബംഗ്ലാദേശിലുമൊക്കെ അവിടുത്തെ ന്യൂനപക്ഷക്കാരെ ഭയാനകമായിട്ട് പീഡിപ്പിക്കുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്യും. ഇവർ മതേതരത്വത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പ്രസംഗിക്കും. അവർക്ക് യാതൊരു വിശ്വാസമില്ലാത്തൊരു സംഗതി മതേതരത്വമാണ്. അവർ മതരാഷ്ട്രവാദികളാണ്. ഇതാണ് അവരുടെ സാധാരണ രീതി. ഇവർ പ്രസംഗമൊന്നും പ്രവൃത്തി വേറൊന്നുമായിരിക്കും. അപ്പോൾ രമ്യ ഹരിദാസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അവർ പരസ്യമായിട്ട് രമ്യ ഹരിദാസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇവരെ പുറകിൽ നിന്ന് കുത്തുകയും. രമ്യ ഹരിദാസ് തോറ്റ ദിവസം, അതായത് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം അടുപ്പൂട്ടി ചർച്ചയിൽ നിങ്ങൾ ആ ദാവൂദിൻ്റെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചതാണോ അതോ ഇനി പുതിയതായിട്ടൊരു പെണ്ണ് കെട്ടിയതാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു. അത്ര ഭയങ്കര സന്തോഷമായിരുന്നു. പുള്ളി ഭംഗ്യന്തരേടാ ഈ കാര്യം പറഞ്ഞു. രമ്യ ഹരിദാസ് ഷാജൻ സ്കറിയയുടെ കൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഷാജൻ സ്കറിയയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് അവർ തീർച്ചയായിട്ടും തോൽക്കേണ്ടതായിരുന്നു, അവർ തോൽക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ പോലെ വെട്ടി തുറന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തികമായ വിശകലനത്തിൽ കൂടി ആ കാര്യം വ്യക്തമാക്കി. ആ കൂട്ടത്തിൽ പുള്ളി നമ്മുടെ എറണാകുളം ജില്ല
കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഷിയാസ് എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പണി കൊടുക്കും. കാരണം വളരെ കൊള്ളരുതാത്ത ഒരാളെ ഷിയാസ് പിന്തുണയ്ക്കും, സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ആളാരെന്ന് എനിക്ക് മനസ്സിലായി. ഷിയാസിന് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഈ ദാവൂദ് ഉദ്ദേശി തന്നെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അൻവർ എറണാകുളത്തേക്ക് വന്നാൽ വിവരം അറിയും, രണ്ട് കാലിൽ തിരിച്ചു പോവുകയില്ല എന്ന്. അന്നും ഇപ്പോഴും DCC പ്രസിഡൻ്റായിരിക്കുന്ന മുഹമ്മദ് ഷിയാസ് ഒരു വെല്ലുവിളി നടത്തി. അതാണ് സത്യത്തിൽ ദാവൂദ് സാഹിബിനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. എടോ ദാവൂദേ, തനിക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഓശാരമൊന്നും വേണ്ട. ഞാൻ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനാണ്, അതറിയാമോ? താനും തൻ്റെ പാർട്ടിക്കാരൊക്കെ എത്ര ശ്രമിച്ചാലും ഇവിടെ ഒരു ഉണ്ട നടക്കില്ല. അത് മനസ്സിൽ വെച്ചോ. ഇനി ബാക്കി കാര്യത്തിലേക്ക് പോവാം. ഏതായാലും ദാവൂദിന് ഭയങ്കര സന്തോഷമായി രമ്യ ഹരിദാസ് തോറ്റതിൽ. പക്ഷേ ഇതിൽ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും രഹസ്യമായിട്ട് വേല വയ്ക്കുകയും ചെയ്യുന്ന അവരുടെ തരവഴി ഉണ്ടല്ലോ, അത് വ്യക്തമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ രമ്യ ഹരിദാസ് തോറ്റതിനെക്കുറിച്ചുള്ള സൈദ്ധാന്തിക വിശകലനമാണ്. രമ്യ തോറ്റത് മതേതരത്വത്തിൻ്റെ വിജയമാണ്. കാരണം അവർ ഷാജൻ സ്കറിയയെ പിന്തുണയ്ക്കുന്നു. ഈ ഷാജൻ സ്കറിയ ചെയ്ത തെറ്റെന്താണ്? അലി മുതലാളിയുടെയും അൻവർ മുതലാളിയുടെയും തീട്ടൂരത്തിന് അദ്ദേഹം വഴങ്ങിയില്ല. ഈ രണ്ട് മുതലാളിമാർക്ക് ഓശാന പഠിക്കുന്നെങ്കിൽ ഷാജൻ സ്കറിയയ്ക്ക് ഷാജനോട് വലിയ സ്നേഹമാണ്. ഈ ഷാജൻ സ്കറിയെ പോലീസുകാർ ഓടിച്ചിട്ടപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളായ മൗദൂദി ചാനൽ എന്താ പറഞ്ഞത്? അയാളുടേത് ഒരു മാധ്യമ പ്രവർത്തനം തന്നെയല്ല, ഇവനെ പണ്ടേ പൂട്ടേണ്ടതായിരുന്നു. ഇവൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കേണ്ടതാണ്. ഇവരുടെ ചാനൽ പൂട്ടാൻ വന്നപ്പോൾ ഇവന് ഇടി നിലവിളിയായിരുന്നു. ഇടി നിലവിളിയും മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇന്ത്യ രാജ്യത്ത് ഫാസിസം, ഒലക്കേട മൂട്, പിണ്ണാക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഇത് പൂട്ടാൻ കാലത്ത് ഇത് നേരത്തെ പൂട്ടണ്ടായിരുന്നു എന്ന് ഇവർ വീണ്ടും അടുപ്പ് കൂട്ടി ചർച്ച ചെയ്ത് നമ്മളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഷാജന് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ കേരള പോലീസിനെ അവർ കുറ്റം പറഞ്ഞു. ഇയാൾക്ക് ജാമ്യം കിട്ടുന്നവരെ പോലീസ് എന്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഇയാൾ ഓടിച്ചിട്ട് പിടിക്കേണ്ടായിരുന്നില്ലേ? കേരള പോലീസ് തന്നെ സത്യത്തിൽ ഈ മറുനാടൻ മലയാളിയുടെ ഒരു അടുക്കളക്കാരായിട്ട് മാറിയിരിക്കുകയാണ് എന്നവർ കുറ്റം പറഞ്ഞു. ഏതായാലും ഷാജൻ സ്കറിയോടുള്ള കലിപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ഷാജൻ സ്കറിയ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞപ്പോൾ ഷാജൻ സ്കറിയ അറസ്റ്റ് ചെയ്തു എന്ന് വലിയ അക്ഷരത്തിൽ മത്തങ്ങയിൽ വാർത്ത കൊടുത്തു ഇവരുടെ ചാനൽ. എന്താ കാര്യം? ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം കിട്ടിയിരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ കേസാണ്. അദ്ദേഹം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ സാങ്കേതികമായൊരു പ്രവൃത്തി മാത്രമാണ്. എന്നിട്ടും വലിയ വായിൽ ഒച്ചയിട്ടു, ഇതാ അറസ്റ്റ് ചെയ്തു, പൂട്ടി, ഇവൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. എന്താ ഇവരുടെ വിചാരം? ഇത് ഈ രാജ്യം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുക എന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ ഹുക്കുമത്തെ ഇലാഹിയൊക്കെ പോക്കറ്റിൽ വെച്ചാൽ മതി, അതൊന്നും ഇവിടെ നടപ്പാവില്ല. രമ്യ ഹരിദാസ് തോറ്റുപോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? അതൊന്ന് ആലോചിച്ച് നോക്കാമോ? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ തലക്കകത്ത് കളിമണ്ണാണെന്നുള്ളതിന് വേറെ യാതൊരു തെളിവും വേണ്ട. കാരണം രമ്യ ഹരിദാസ് തോൽക്കുകയും പ്രദീപ് ജയിക്കുകയും ചെയ്തപ്പോൾ ഇടതു മുന്നണിക്ക് ഒരു ലൈഫ് കിട്ടിയിരിക്കുകയാണ്. ലൈഫ് കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന കാര്യം ലോകപ്രസിദ്ധമായി. ഇനി സതീശനും സുധാകരനും തല ഊത്തി നിന്നാലും നിലവിളിച്ചാലും ഭരണവിരുദ്ധ വികാരമില്ല. അതുകൊണ്ടാണല്ലോ പ്രദീപ് ജയിച്ചത്. ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചു. എന്നാലും പ്രദീപിൻ്റെ ജയം ഈ ലോകത്തോട് പറയുന്നത് പാലക്കാട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയും ചേലക്കരയിൽ വികാരം ഇല്ലാതിരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകുകയില്ല. പാലക്കാട് UDFൻ്റെ സീറ്റായിരുന്നു, അതവർ നിലനിർത്തി. ചേലക്കര LDFൻ്റെ സീറ്റായിരുന്നു, അത് അവർ നിലനിർത്തി. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. മറ്റ് പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അത് ചിലവായി. അത് നോക്കിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ ഇനി എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഇവിടെ ഹുക്കുമത്തെ ഇലാഹി ഉണ്ടായിക്കളയാം എന്നാണ് വിചാരിച്ചില്ലെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പില്ല. ഇടതുപക്ഷം തുല്യ ശക്തിയിൽ തന്നെ മറുഭാഗത്തുണ്ട്. എന്ന് മാത്രമല്ല, ചേലക്കരയിൽ മറ്റൊക്കെ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാത്ത പോങ്ങന്മാരൊന്നുമല്ല ദാവൂദും സംഘവും. ഈ D കമ്പനി എന്ന് പറഞ്ഞ വെറുതെ അല്ല. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ പറ്റിക്കുക, നിങ്ങളെ പറ്റിച്ചേ എന്ന് പറഞ്ഞ് സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. ആ പരിപാടിയാണ് ഇവർ പണ്ടോട്ടേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇനിയും തുടരാൻ പോകുന്നത്. അതുകൊണ്ട് ദാവൂദേ, ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനിയും തുടരട്ടെ. ഈ മൗദൂദി വിജയം അല്ലെങ്കിൽ ജിഹാദി വിജയം ആത്യന്തികമായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാം. ഏതുപോലെയെന്ന് വെച്ചാൽ ഹമാസ് ഇസ്രായേലിനെ തോൽപ്പിക്കും, അമേരിക്കയെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുക്കി താഴ്ത്തും എന്നൊക്കെ നിങ്ങൾ സാധാരണ പറയില്ലേ, അതുപോലെ തന്നെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.